പ്രാർത്ഥിക്കണേ മക്കൾ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണേ മക്കൾ ഞങ്ങൾക്കായി. കുഞ്ഞുങ്ങള് വീണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്, ദുർമരണങ്ങൾ ഉണ്ടാകുന്നത്, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, ആത്മഹത്യകളൊക്കെ കൂടുമ്പോൾ നീ തിരിച്ചറിയണം, ഇത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആരംഭമാണ്. മണ്ണില് രക്തം വീഴുന്നത് സ്നേഹമുള്ളവരെ മനുഷ്യകുലത്തിന് മോശമാണ്. അത് ചിന്തകൾ വികലമാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും രോഗദുരിതങ്ങൾ മാറ്റുന്ന, വിശ്വാസത്തിൽ ആഴപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിലെ 3-ഉം 4-ഉം തിരുവചനം. ജ്ഞാനികളെ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും, ജ്ഞാനികൾ ആകാശവിധാനത്തിലെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും പ്രകാശിക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ കാണുമ്പോഴൊക്കെ മനസ്സിൽ തോന്നുന്ന തിരുവചന ഭാഗമാണ് ഈശോ ഇന്ന് നമുക്ക് എടുത്തു തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോയോട് കൂടെ നിന്നപ്പോൾ ഈ വിശുദ്ധൻ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് നമ്മൾ കാണാണ്. അതിന് വചനം പറയുന്നത് ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തോട് കൂടെ നിൽക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ അവരിങ്ങനെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി തീരും എന്ന് വചനം പറയുകയാണ്. അങ്ങനെ വിശ്വാസത്തിൽ തിളങ്ങുന്ന ഒരു പുണ്യവാന്റെ മാധ്യസ്ഥം തേടിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതവും തിളങ്ങുന്ന ജീവിതങ്ങളായി മാറും, ഗ്ലിറ്റർ ചെയ്യുന്ന ഒരു അനുഭവമായിട്ട് മാറുന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതത്തിന്റെ വലിയ സങ്കടം എന്ന് പറയുന്നത് ഒരു ഗ്ലിറ്ററിങ് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. എക്സ്പീരിയൻസുകൾ ഉണ്ട്, പക്ഷെ ഒരു ഗ്ലിറ്ററിങ് തിളങ്ങുന്ന അനുഭവം നമുക്കില്ല. വിശ്വാസത്തിന്റെ മേലിൽ തിളങ്ങുന്ന ഒരു അനുഭവമോ ജീവിതം ഇങ്ങനെ തിളങ്ങുന്നത് പോലെ ഷൈനിങ് സ്റ്റാർ എന്ന് പറയുന്നത് പോലെയുള്ള അനുഭവം നമുക്കില്ലെങ്കിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മുതൽ നമുക്ക് കരചേർക്കാനുള്ളത്, കൈ ചേർത്ത് പിടിക്കാനുള്ളത് വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് സ്നേഹമുള്ളവരെ നമ്മൾ പറയില്ല, ഒരു സ്പിരിച്വൽ പാർട്ട്ണറാണ്. എൻ്റെ ജീവിതത്തിൽ സ്പിരിച്വൽ പാർട്ട്ണറായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ എടുത്ത ദിവസം മുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താല് ഈശോ ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു വചനം കേൾക്കുന്ന അമ്മയെ സ്നേഹിക്കുന്ന മക്കള് വിശുദ്ധ സെബസ്ത്യാനോസിനോടൊപ്പം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് ഈ പുണ്യവാനോട് പറയാം, പുണ്യവാനെ എൻ്റെ സ്പിരിച്വൽ പാർട്ട്ണറായിട്ട്, ഇപ്പൊ നമ്മൾ പറയും ബിസിനസ് പാർട്ട്ണറായിട്ട്, ലൈഫ് പാർട്ട്ണർ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പലരൊക്കെ എടുക്കാറുണ്ട്. നമുക്ക് ഇന്ന് ഈ പുണ്യവാന്റെ ദിവസം ഈ വചനം ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആൾക്കാർ മാത്രമാണ്, സെബസ്ത്യാനോസിന് ഇഷ്ടമുള്ളവരാണ് ഈ വീഡിയോ കാണുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്നുമല്ല. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവം പ്രൊമോട്ട് ചെയ്ത് കാണുന്ന വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് മുതൽ വിശുദ്ധ സെബസ്ത്യാനോസ് നിന്നോട് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം എടുത്ത് വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 3 കാര്യങ്ങൾ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഈ സ്പിരിച്വൽ പാർട്ട്ണറായ വിശുദ്ധ സെബസ്ത്യാനോസ് വഴി മേൽക്കുമേൽ അഭിഷേകം ഉണ്ടാകും എന്ന് പറയാം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ആർക്കൊക്കെയോ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നല്ല മാധ്യസ്ഥ ശക്തി വരുന്നതായിട്ട് കാണും, തിളങ്ങുന്ന ഒരു അനുഭവം. അതാണ് കർത്താവ് ഈ ഒരു വചനം തന്നത്. ഈ പറയുന്ന ദാനിയേലിന്റെ പുസ്തകം 12-ന്റെ അഭിഷേകത്തിൽ പറയുന്ന തിളങ്ങുന്ന ജ്ഞാനികൾ തിളങ്ങും. ജ്ഞാനമുള്ളവരെന്താ ചെയ്യേണ്ടത്? അവര് ദൈവത്തോട് ചേർന്ന് നിൽക്കും. ആ അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ഈ വിശുദ്ധന്റെ തിരുനാൾ ദിവസം ഇന്ന് ഈ പുണ്യവാനെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, വിശുദ്ധനെ ലൈഫ് പാർട്ട്ണർ ആക്കാനായിട്ട്, സ്പിരിച്വൽ പാർട്ട്ണർ ആക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. 3 കാര്യങ്ങൾ നീ ചെയ്യാൻ തീരുമാനിച്ചോ, നിന്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന, നമുക്കറിയാം അർത്തുങ്കലുള്ള വിശുദ്ധ സെബസ്ത്യാനോസിനെ അവർ വെളുത്തച്ഛനാണ് പറയുന്നത്, വിളിച്ചാ വിളിപ്പുറത്താന്നാണ് പറയുന്നത്. വിളിച്ചാ വിളിപ്പുറത്ത് വരും. അച്ഛൻ അർത്തുങ്കൽ പള്ളിയിൽ പോയിട്ടുണ്ട്, കാഞ്ഞൂർ പള്ളിയിൽ പോയിട്ടുണ്ട്. ഈ 2 പള്ളിയിലും ഞാൻ കണ്ട അത്ഭുതം എന്ന് പറയുന്നത്, ആ മക്കള് മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ സ്പിരിച്വൽ പാർട്ട്ണറായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ സ്വീകരിച്ചപ്പോ അർത്തുങ്കലാകട്ടെ, കാഞ്ഞൂരാകട്ടെ, നർബോനയിലാകട്ടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അവരിങ്ങനെ വിളി കേൾക്കുന്ന, ദൈവം വിളി കേൾക്കുന്നത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തിരുനാളിന്റെ ദിവസം ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മളോട് പറയുന്ന 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റെന്തിനേക്കാളും ഈശോയെ വിശ്വസിക്കാൻ നീ പഠിക്കണം എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ ഒരു പുതിയ പാട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ടിന്റെ വരി ഇങ്ങനെയാ: മറ്റെന്തിനേക്കാളും ഈശോയെ ആഴത്തിൽ സ്നേഹിച്ചോനെ, ജീവിക്കും മക്കൾക്ക് കൃപയായി നിൽക്കാൻ മാധ്യസ്ഥമേകൂ സെബസ്ത്യാനോസേ. മറ്റെന്തിനേക്കാളും ഈശോയെ ആഴത്തിൽ സ്നേഹിച്ചോനെ,
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് പറയുന്നത് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഈശോയെ വിശുദ്ധൻ സ്നേഹിച്ചതുപോലെ വിശ്വസിച്ചതുപോലെ നീ വിശ്വസിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇങ്ങനെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത ചര്യയാവണില്ല എന്നതാണ് പ്രശ്നം. നീ വിശ്വസിക്കുന്നുണ്ടോ? ഏത് പ്രതിസന്ധിയുടെ സമയത്ത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹവും. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ വലിയ ഒരു തീപിടുത്തമുണ്ട്. ആ തീപിടുത്തത്തെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കുറെ ചാനലുകൾ, ഈവൻ BBC ചാനലടക്കം അതിങ്ങനെ അതിന്റെ ഇങ്ങനെ സ്ക്രോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ തീപിടുത്തം, വലിയ നഷ്ടം, ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരാണ്, നിരാശരാണെന്നൊക്കെ പറയുന്ന സമയത്ത് അതിലൊരു കുഞ്ഞു വീഡിയോ വന്നിരുന്നു. ആ വന്ന വീഡിയോ ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ 14,500 സ്ക്വയർ ഫീറ്റിൽ പണിത ഒരു വീട്, അവന്റെ കുറെ സ്വപ്നങ്ങള്, കുറെ പ്രൊജക്ടുകൾ, വരുന്ന ആളുകളുള്ള പ്രൊജക്ടുകൾ, ആ പ്രൊജക്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. വരുന്ന വഴിയിലാണ് ഈ വീട് ഇങ്ങനെ 14,500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ തകർന്നു കിടക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, കർത്താവെ ഇത്ര നാൾ തന്നില്ലേ, ഈ സഹനത്തിന്റെ മുമ്പിലൊന്നും എന്റെ വിശ്വാസം ചോർന്നു പോവില്ല. ആ മനുഷ്യന്റെ പേരാണ് ഈ ദിവസങ്ങളിൽ മെൽ ഗിബ്സൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രം എടുത്ത, ഇത്രയും ഭംഗിയുള്ള ഈശോയുടെ ചിത്രം എടുത്ത ഈ മെൽ ഗിബ്സൺ പറയായിരുന്നു, ഈശോയുടെ സിനിമ എടുക്കുക മാത്രമല്ല, ഈശോയുടെ ജീവിതം ഞാൻ സാംശീകരിച്ചിട്ടുണ്ട്. ഈശോയുടെ എനിക്ക് പ്രണയമാണ്, ഈശോയുടെ എനിക്ക് സ്നേഹമാണ്, ഈശോയുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമുള്ള ഞാൻ ഈ തകർന്നു പോയതിനെ ഓർത്ത് നിരാശപ്പെടില്ല. ഈ തകർന്നു പോയ എൻ്റെ ഇത്രയും വലിയ സ്വപ്നങ്ങള്, ഇനി ചെയ്യാനുള്ള പ്രൊജക്ടുകളൊക്കെയാണ് കത്തിപ്പോയിട്ടുള്ളത്. പക്ഷെ അതിന്റെ മുമ്പിലൊന്നും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറയാനോ എന്തുകൊണ്ട് എനിക്ക് ഈ ദുരന്തം എന്ന് പറയാനോ ഞാൻ റെഡിയല്ല. എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് മറ്റൊരു പദ്ധതി ഉണ്ടായിരിക്കും. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഒരു വിശ്വാസി മനസ്സിൽ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോട് ചേർന്ന് നിന്ന് മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ഈശോ പറയുന്നുണ്ട്, ഒരു പ്രശ്നം വന്നപ്പോ, വീട് തകർന്നപ്പോ, ലോൺ കിട്ടാതായപ്പോ, രോഗം വന്നപ്പോ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഈശോയെ ഇങ്ങനെ പഴിചാരിയ, ഈശോയ്ക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ മാറ്റ് കുറച്ചവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ഈശോയെ മറന്ന് മറ്റ് കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ചില മക്കളൊക്കെ വിശ്വാസം നശിച്ചിട്ട് ഇങ്ങനെ അന്യമതത്തിലുള്ള ദൈവങ്ങളെ പൂജ ചെയ്യാൻ പോകുന്നവര്, ഈവൻ ചാത്തൻ സേവയ്ക്കടക്കം പോകുന്നവര്, ഡെവിൾ വർഷിപ്പ് നടത്തുന്നവര്, ബ്ലാക്ക് മാസ് നടത്തുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധന്റെ തിരുനാൾ ദിവസം നീ ഓർക്കണം, നിന്റെ വിശ്വാസം എവിടെയാണ് കിടക്കുന്നേ? നീ ഇന്നലെ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോയി നിന്റെ സത്യദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ, കൂദാശകൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്നേഹമുള്ളവരെ ഈ പുണ്യവാന്റെ തിരുനാൾ ദിവസം നീ തീരുമാനിക്കേ, നീ തിരിച്ചു വരണം. കർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു വരാതെ രക്ഷയില്ല. അത് കർത്താവ് പറയണം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന്റെ അടുത്തേക്ക് വരണം. അതാണ് പൗലോസ് ലീഹന്റെ അടുത്ത് നടപടി പുസ്തകത്തിലെടുത്ത് ചോദിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പോണവൻ. അവൻ പറയണത് എങ്ങനെയാണ്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, മുമ്പിൽ ശൂന്യത മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ സ്ലീഹ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നീ ആത്മഹത്യ ചെയ്യാൻ വരട്ടെ. ഒരുപക്ഷെ നിന്റെ ജോലി പോയതിന്റെ സങ്കടമാവാം, മക്കൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരിക്കാം, രോഗം വന്നതിന്റെ പേരിലാവാം. നീ ആത്മഹത്യക്കല്ല ഒരുങ്ങേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ സ്ലീഹായുടെ വചനം കേട്ട ആ മനുഷ്യൻ, ആ പാറാവുകാരൻ, കാവൽക്കാരൻ ദൈവത്തിൽ വിശ്വസിച്ചു, അവനെ ദൈവം ഉയർത്തി എന്ന് പറഞ്ഞ് വചനം പറഞ്ഞേക്കാം. വിശ്വസിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വചനം എഴുതിച്ചിരിക്കുകയാണ്. ആ കാണുന്ന കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം കണ്ട് കർത്താവ് പറഞ്ഞു, ആ ശവമഞ്ചത്തിൽ എല്ലാവരും കരഞ്ഞ് പോകുന്ന സമയത്ത് അവൾ വിശ്വസിച്ചു, ആ വിധവ വിശ്വസിച്ചു, ഈ മരിച്ചു കിടക്കുന്ന എൻ്റെ മകനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവായ മിശിഹ എന്ന്. അവൾ കരയുന്ന സമയത്ത് അവളുടെ കണ്ണീരിലൂടെ ഈശോ അവളുടെ വിശ്വാസം കണ്ടു. വിശ്വസിച്ച് കരയുന്ന മകളെ കണ്ടു. ഈശോ വന്നു, അവളോട് പറഞ്ഞു, ശവമഞ്ചത്തിൽ തൊട്ടിട്ട് പറഞ്ഞു, ഉണര്, റൈസ്. വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പിന്റെ അനുഭവം നീ കാണുമെന്ന് തിരുവചനം പറഞ്ഞു തരാണ്. അവളിങ്ങനെ ആ കാണുന്ന ജനം ഇങ്ങനെ വിലാപത്തിന്റെ യാത്ര നടത്തുന്നവര്, മൃതശരീരം ചുമന്നു കൊണ്ടുപോകുന്നവര് കാണുന്നത് ഇങ്ങനെയാണ്: മൃതശരീരത്തില് വെച്ചിരുന്ന പൂക്കൾ വലിച്ചെറിയുകയാണ്, മൃതശരീരത്തിൽ വെച്ചിരിക്കുന്ന കോഫിൻ വലിച്ചെറിയാണ്. എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ശവമഞ്ചം വലിച്ചെറിയാണ്. ഒരുപക്ഷെ നീ ശവമഞ്ചം പിടിച്ചു നിൽക്കുന്നുണ്ടാവും.
ശവമഞ്ചം പിടിച്ചു നിന്ന് എൻ്റെ ജീവിതം ശവത്തിലേക്ക് തീർന്ന പോലെയായി, ശവം പോലെയായി എൻ്റെ ജീവിതം. ഒരു ശവപ്പെട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനായിരിക്കാം നീ. നിന്റെ ശവപ്പെട്ടി കർത്താവെന്ന് എടുത്തു മാറ്റും. നിന്റെ ശവപ്പെട്ടി എടുത്തു മാറ്റിയിട്ട് നിനക്ക് കർത്താവിന്റെ സ്വർഗത്തിന്റെ മാല ചാർത്തി നിന്നെ തിളങ്ങുന്ന മനുഷ്യനാക്കി സ്നേഹമുള്ളവരെ മാറ്റും. അത് നീ വിശ്വസിച്ചേ. എനിക്കറിയാം ശവപ്പെട്ടി കാത്തിരുന്ന ചില കുടുംബങ്ങള് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ശവപ്പെട്ടിക്ക് പകരം ഇങ്ങനെ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ സമ്മാനങ്ങൾ ലഭിച്ച കുടുംബങ്ങളെ അച്ഛന് പരിചയമുണ്ട്. ഭണ്ഡാരം നിറയെ, അവരുടെ അറപ്പുര നിറയെ ദൈവം ഇങ്ങനെ കൃപ കൊടുത്തത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ പുണ്യവാന്റെ തിരുനാൾ ദിവസം നമുക്ക് ആ ഒരു വിശ്വാസം വേണം. ശ്വാസത്തിൽ വിശ്വാസത്തിന്റെ ഒരു നിറവുണ്ടാവണം. 1, 2 ചിന്തകളെ വിശുദ്ധീകരിക്കണം. പുണ്യവാന്റെ ജീവിതത്തിലെ ചിന്തകൾ കൃപയുള്ളതായിരുന്നു. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചിന്തകൾ വല്ലാതെ ഇങ്ങനെ പാളിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളോടൊക്കെ ഈ മദ്യം കുടിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയണത്. എന്ന് പറഞ്ഞാൽ MDMA പോലെയുള്ള കാര്യങ്ങൾ നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇത്തരം മേഖലകളിലൂടെയൊക്കെ നീ കടന്നുപോയാൽ നിന്റെ ചിന്തകള്, നീ കാണുന്ന കാഴ്ചകള്, നീ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസ് വചനം വായിച്ചിരുന്നു, പാരമ്പര്യങ്ങൾ വായിച്ചിരുന്നു. ആ വായിച്ചതിന്റെ വെളിച്ചത്തിലുള്ള ഒരു ചൈതന്യം അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നു. ചിന്തകൾ മലിനമായിട്ടില്ല. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ലതീഞ്ഞ് പ്രാർത്ഥനകളിലെ അവസാനത്തെ ആ പാട്ട് പാടുന്നതിന്റെ അവസാനത്തെ ഇങ്ങനെയാണ്, ചിന്തകൾ വിണ്ണിലുയർത്തിയവനെ, അങ്ങനെയാണ് പാടുന്നത്. ആ പാട്ടിന്റെ ലുത്തിനിയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ്, ചിന്തകൾ വിണ്ണിലുയർത്തിയവനെ വിശുദ്ധനാം സെബസ്ത്യാനോസെ നിൻ മാധ്യസ്ഥം തേടുന്നു. നിന്റെ ചിന്തകള്, ഈ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടില്ലേ സ്നേഹമുള്ളവരെ, അത്ര മിടുക്കൻ കുട്ടനായിരുന്നു. അവനിങ്ങനെ അടുത്ത വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ്, തേങ്ങ പൊളിക്കാൻ എനിക്കൊരു വെട്ടൂത്തി തരുമോ? തേങ്ങ പൊളിക്കാനുള്ള കാര്യം വാങ്ങിയിട്ട് വീട്ടുകാര് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് സ്വന്തം അമ്മേനെ ഇങ്ങനെ തേങ്ങ വെട്ടിപ്പൊളിക്കുന്ന പോലെ വെട്ടിപ്പൊളിച്ച്, അതിൽ വാചകം ഇങ്ങനെ ചാനലുകാർ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അവന്റെ ബുദ്ധി ഇങ്ങനെ നശിച്ചു, അവന്റെ ചിന്തകള് നശിച്ചു. സ്നേഹമുള്ളവരെ, ചിന്തകൾ മലിനമാക്കുന്ന ഏതെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ, ഈ രാത്രിയൊക്കെ ഇങ്ങനെ ഫോൺ ഇതുപോലെ യൂസ് ചെയ്യല്ലേ, ആവശ്യമില്ലാത്ത വീഡിയോകൾ രാത്രി കാണല്ലേ, ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിക്കല്ലേ, ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ കൊണ്ട് നടക്കല്ലേ. അതൊക്കെ നിന്റെ ചിന്തകളെ മലിനപ്പെടുത്തുമെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയേ. എന്നിട്ട് രാത്രി സ്പിരിച്വൽ റീഡിങ്ങിന് ആവശ്യമുള്ള പുസ്തകങ്ങൾ വായിക്ക്. ഇതൊന്നും നീ വായിച്ചില്ലെങ്കിൽ ഈ വചനം എടുത്ത് വായിക്ക്. അത് നിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കും. നല്ല കാഴ്ചകൾ, അതല്ലെങ്കിൽ അമ്മ പെങ്ങന്മാരെ നിനക്ക് തിരിച്ചറിയാൻ പറ്റാതെയാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ കുട്ടികളെ ദുർഗുണ പാഠശാലയിൽ കണ്ടില്ലേ, 14 വയസ്സുകാരൻ 17 വയസ്സുകാരനെ ചുറ്റി കടിച്ചു കൊന്നുകളഞ്ഞ വാർത്തകൾ മുഴുവൻ ഇങ്ങനെ. എനിക്ക് ഈ ഒരു ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ആരൊക്കെയോ സ്പെഷ്യലായിട്ട് ഈശോ എടുത്തതിന്റെ പേരിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് നോട്ട് മൈ മെറിറ്റ്, ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ജീസസ്. യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ആ വിശ്വസിക്കുന്ന എന്നോട് പറയുന്നത്, ഈ ലോകം ഇങ്ങനെ ചിന്തകളിൽ മലിനമായതാ. ആ ചിന്തകൾ മലിനമാകുമ്പോഴാണ് മണ്ണിൽ ഇങ്ങനെ രക്തം വീണ് കഴിയുന്നത്. മണ്ണിൽ ഇങ്ങനെ രക്തത്തിന്റെ കറ വീണുണ്ടല്ലോ, മനുഷ്യ രക്തത്തിന്റെ കറ. ഈ കാണുന്ന 1-2 ആഴ്ചകളുടെ ഉള്ളിൽ സ്നേഹമുള്ളവരെ എത്ര കൊലപാതകങ്ങൾ നടന്നു എന്നറിയോ നിങ്ങൾക്ക്? ഈ സാക്ഷര കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ, മണ്ണിൽ ഇങ്ങനെ ചോര വീണത്. അത് സ്നേഹമുള്ളവരെ പൊട്ടയാണ്. വരും ദിവസങ്ങളിൽ ദുരന്തങ്ങൾക്കുള്ള കൂപ്പുകൂട്ടലാണ് ഇതൊക്കെ. കുഞ്ഞുങ്ങള് വീണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്, ദുർമരണങ്ങൾ ഉണ്ടാകുന്നത്, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, ആത്മഹത്യകളൊക്കെ കൂടുമ്പോൾ നീ തിരിച്ചറിയണം, ഇത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആരംഭമാണ്. മണ്ണില് രക്തം വീഴുന്നത് സ്നേഹമുള്ളവരെ മനുഷ്യകുലത്തിന് മോശമാണ്. അത് ചിന്തകൾ വികലമാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചിന്തകളെ വിശുദ്ധീകരിക്കുന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നീ കടന്നു വരണം. ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൊവേന ചൊല്ലണം. ഈ ദിവസങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഈ ദിവസങ്ങൾ ഈശോ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ രാത്രികളിൽ ഈ നൊവേനകൾ ചൊല്ലാൻ കിടക്ക്. നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങ്. അതൊരു ശീലമാക്ക്. അച്ഛനൊരു മോൻ പരിചയമുണ്ട്. അവൻ പറയായിരുന്നു, എൻ്റെ അച്ഛാ എനിക്കൊരു വലിയൊരു സന്തോഷമുണ്ട്. കുറെ നാൾ ഞാനിങ്ങനെ ഈ സെക്ഷൽ വീഡിയോസിന് അഡിക്റ്റഡ് ആയിരുന്നു. പോർണോഗ്രാഫിക്കൽ വീഡിയോസ് മാത്രം കണ്ടാണ് രാത്രി കിടന്നുറങ്ങാറുള്ളത്. രാത്രി ഇങ്ങനെ ആവശ്യമില്ലാത്ത സിനിമകൾ കാണും, ആവശ്യമില്ലാത്ത വീഡിയോ കാണും. അതിനുശേഷം ഞാൻ എൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തിയിട്ടാണ് കിടന്നുറങ്ങാറ്. പക്ഷെ ആ ഉറക്കം കഴിഞ്ഞ് പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ വലിയ അപകർഷത ബോധമാണ്. ഞാൻ എൻ്റെ തൊഴിൽ മേഖലകള്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് എനിക്കെല്ലാം ഇങ്ങനെ നെഗറ്റീവ്. അതിനുശേഷം ഇവൻ ഈ പറയുന്ന യൂട്യൂബിലുള്ള ചില നൊവേനകൾ കൂടാൻ തുടങ്ങി. വിശുദ്ധ അന്തോണീസിന്റെ നൊവേന കൂടാൻ തുടങ്ങി. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ നൊവേന, കാഞ്ഞൂരുള്ള പുണ്യവാന്റെ നൊവേന,
പരിശുദ്ധ അമ്മയുടെ നൊവേന, ഇങ്ങനെയുള്ള നൊവേനകൾ അവനിങ്ങനെ 7 ദിവസം നിയോഗം വെച്ച് രാത്രി ഉറങ്ങുമ്പോൾ ഇതിട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് അവനിങ്ങനെ കിടന്നുറങ്ങും. എന്നിട്ട് അവൻ പറയാം കുറച്ചു നേരമൊക്കെ വെച്ച് കേൾക്കണുള്ളൂ, പക്ഷെ ഞാൻ തീരുമാനിച്ചു രാത്രി ഞാൻ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് കാണില്ല, മറിച്ച് യൂട്യൂബിൽ ഞാനിതിങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കിടന്നുറങ്ങും. അപ്പം പറയായിരുന്നു അങ്ങനെ കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ അത്ഭുതം. സ്നേഹിതരെ, നിങ്ങളൊന്ന് പരീക്ഷിക്കുക, നിങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കും. നിങ്ങളുടെ ഓരോ പുലരികളും ഇങ്ങനെ പോസിറ്റീവ് വൈബുള്ളതായിട്ട് മാറും. ചിന്തകളെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധ സെബസ്ത്യാനോസിനോട് മാധ്യസ്ഥ. മൂന്നാമത്തെ കാര്യം സ്നേഹിതരെ, പുണ്യവാൻ എപ്പോഴും മറ്റുള്ളവർക്ക് സഹായം ചെയ്ത വിശുദ്ധനാണ്. അപ്പൊ നിന്റെ ജീവിതത്തിൽ പുണ്യവാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ സഹായം കൊടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർ കരഞ്ഞ ആരെങ്കിലും വരുന്നുണ്ടോ, മാക്സിമത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടാവണം. അതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ഇങ്ങനെ ക്രിസ്ത്യാനികൾ എവിടെ വേദനിക്കുന്നുണ്ടോ അവരുടെ അടുത്ത് പോകും. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം പോലും മറന്നിട്ടാണ് പുണ്യവാൻ പോയിട്ട് ഇങ്ങനെ ഈ ക്രിസ്ത്യാനികളെ സഹായിക്കാനുള്ള തീരുമാനമെടുത്ത് അവരുടെ കൂടെ നിന്നിരുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ തിരുനാൾ ദിവസമൊക്കെ എനിക്കിങ്ങനെ പുണ്യവാനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളത്, ഞാൻ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൻപുറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ചാക്യാർക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചാക്യാർക്കട എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്താണ്, ഒരു കുഗ്രാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമത്തിലുള്ള ഒരു സ്ഥലം. ഇതൊക്കെ വലിയ ഡെവലപ്ഡ് ആണ്. അന്ന് ചില സമയത്ത് 10-24 വർഷം മുമ്പൊക്കെ അതവിടെ തീരെയില്ലാത്ത 2-3 ബസ്സൊക്കെയാണ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ചാക്യാർക്കടവ് തൊട്ട് ഈ കുന്നത്ത് കയറ്റം കയറുന്ന സ്ഥലത്ത് ഒരു സെബസ്ത്യാനോസിന്റെ ഒരു കുഞ്ഞു കപ്പേളയുണ്ട്. ആ കപ്പേളയിലേക്ക് എല്ലാ വ്യാഴാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ ഇങ്ങനെ സെബസ്ത്യാനോസിന്റെ നൊവേന ചൊല്ലി ഇങ്ങനെ പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ സ്നേഹിതരെ, അന്ന് ചെറുപ്പത്തില് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെബസ്ത്യാനോസിന്റെ ഒരു രൂപം, ഇതുപോലത്തെ ഒരു രൂപം പിടിച്ചിട്ട് ഇങ്ങനെ പോവും. ചാക്യാർക്കടവ് അറ്റം തുടങ്ങി ഈ പുണ്യവാന്റെ ഇതവിടെ പോയി കഴിഞ്ഞാൽ കാണുന്നത്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനെ കുറെ അധികം കശുമാവുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അന്ന് കശുമാവിന്റെ ആ കശുമാങ്ങയുടെ അണ്ടിക്ക്, കശുമാങ്ങയുടെ ആ കാഷ്നെറ്റിന് പൈസയുണ്ട്. അപ്പൊ അതിന്റെ തൊണ്ടോട് കൂടിയുള്ളത് നമ്മൾ നേർച്ചയായിട്ടിടും. അപ്പൊ ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അവിടെ ഇങ്ങനെ നേർച്ചയിട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നൊവേന ചൊല്ലി വഴി പ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്നേഹിതരെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 5 ഇതുപോലെയുള്ള കശുമാങ്ങയുടെ അണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലഡു കിട്ടും. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. ആ ലഡു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചെറുപ്പം മക്കള്, ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ലഡു ഉള്ള അവസ്ഥകൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പുണ്യവാന്റെ അടുത്ത് പോയി ലഡു കിട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നതാണ്. ഒരു ദിവസം ഞാനിങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഈ ലഡു കഴിക്കാനുള്ള കൊതിയുടെ പുറത്ത് ഇങ്ങനെ കുറേ അധികം കശുമാങ്ങിയും അതിന്റെ ഇതും കൊണ്ടുപോയി അവിടെ എത്തി. ഇത് പുണ്യവാന്റെ അവിടെ നേർച്ചയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 3 ലഡു തന്നു. 3 ലഡു കിട്ടി കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്റെ മുഴുവൻ ലഡു തരുമെന്ന് ചോദിച്ചു. എനിക്ക് കിട്ടിയ ലഡു ഞാൻ പറഞ്ഞോട് ഇത് എനിക്ക് എന്ന് പറഞ്ഞു. അതല്ലടാ, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ വീട്ടില് ഒരു ബന്ധുക്കളൊക്കെ നാളെ വരും, അപ്പൊ അവർക്ക് വെച്ച് കൊടുക്കാൻ വീട്ടിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനിവനെ എനിക്ക് ഇഷ്ടമില്ലാതൊക്കെ കൊടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് ഒന്നും കിട്ടിയില്ല, എനിക്കുണ്ടായിരുന്ന അടക്കം ഇങ്ങനെ കൊടുത്തു. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങണ വരെ ഇതിന്റെ ടേസ്റ്റ് ഉള്ളൂ, പക്ഷെ നീ ആ കൊടുത്തതിന് ഈശോ നിന്നെ സഹായിക്കും, മോൻ കൊടുക്കുന്നതിൽ മടി കാണിക്കരുത് എന്ന് പറഞ്ഞു. എന്റെ സ്നേഹിതരെ, അങ്ങനെ അമ്മ പറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ച് പുണ്യാനോട് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വയറ് നിറച്ചെന്ന് പറയുന്ന രീതിയിൽ ആരോ ഞങ്ങളുടെ ഒരു കസിനൊക്കെ വന്നിട്ട് എൻ്റെ ഡാഡി ഇങ്ങനെ കുറേ ലഡു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തരുമ്പോൾ എൻ്റെ അമ്മ പറയാം, മോനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സമൃദ്ധി. ഞാൻ സ്നേഹിതരെ, ഇന്നലെ അത് കണ്ട ഒരു അച്ഛനാന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഇടവകയിൽ 100ഓളം പേർക്ക് ഇന്നലെ ഭക്ഷണവും വസ്ത്രവും അവർക്ക് വേണ്ട വാഹന സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അതിനൊരു വലിയൊരു എമൗണ്ട് ചെലവായതാവും. അപ്പൊ നമുക്ക് ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറേ അധികം പൈസയൊന്നും പള്ളിയിൽ നിന്ന് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ കുറച്ച് പേരൊക്കെ സഹായിച്ചിട്ടാണ് ഇത് ചെയ്യണം. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ടാലി നോക്കിയപ്പോൾ ഇത് തികയുന്നില്ല പൈസ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ കർത്തവ്യം എന്ത് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതും എനിക്ക് ഉപയോഗിക്കേണ്ടത് അടക്കെടുത്ത് ഞാൻ ഇങ്ങനെ കൊടുത്ത് അതൊക്കെ ഇങ്ങനെ തീർത്തതാവും. പക്ഷെ സ്നേഹമുള്ളവരെ, പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിച്ച് നീ ഒരു ജീവകാരുണ്യ പ്രവൃത്തി കൊടുത്ത ഇന്ന് രാവിലെ ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് അറിയോ? ഇന്നലെ കണ്ട വീഡിയോ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾ സെബസ്ത്യാനോസിന്റെ കാഞ്ഞൂര് പോവാറുണ്ട്, ഞങ്ങളൊരു അത്ഭുതം കണ്ടു. ഈ പുണ്യവാന്റെ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈ പുണ്യവാന്റെ രൂപം ഇറക്കുന്നതിന് മുമ്പ് പരുന്ത് വരും, പരുന്ത് വന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് മെസ്സേജ് കിട്ടാം. ഇവൻ പറയാം, ഞാനൊരു വിശ്വാസമില്ലാത്ത ആളായിരുന്നു അച്ഛൻ, എന്റെ വിശ്വാസമൊക്കെ നശിച്ചിരിക്കുന്ന സമയത്താണ്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അന്ന് മുതൽ ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങി. ആ ദശാംശം ഞാൻ അച്ഛന് അയച്ചു തരാം. എന്റെ സ്നേഹിതരെ, അവന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി, എന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഈ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ 1-2 ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് അച്ഛൻ ഞങ്ങളെ സഹായിക്കില്ലെന്ന് ചോദിക്കുന്ന കുറച്ച് ഗ്രൂപ്പുണ്ട്. അവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളിപ്പോൾ ഒരു 25ഓളം നൈറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ശേഖരിക്കണു. 100ഓളം ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം അവർക്കൊരു 10 ചാക്ക് അരിയൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. എന്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയണത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം.
ആരെ അറിയിക്കണ്ട. നമ്മളിത് യൂട്യൂബിലായതുകൊണ്ട് ഞാൻ ഈ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതിന്റെ സന്തോഷം എന്ന് പറയുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയണ്ട. ഇത് നിങ്ങൾ നോക്കി, ഇവരുടെ ഒക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമുക്കതിങ്ങനെ ഒന്നും ചെയ്യണ്ട. നിങ്ങളത് ഉള്ളിൽ ചെയ്യേ. നിങ്ങളുടെ വൈദികരോട് ചേർന്ന്, നിങ്ങളുടെ ഇടവക്കാരോട് ചേർന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പിരിച്വൽ ഫാദേഴ്സിനോട് ചേർന്ന് ഇങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്തോ, ജീവിതത്തിൽ ഇങ്ങനെ പുണ്യവാൻ അത്ഭുതം പ്രവർത്തിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. എൻ്റെ അമ്മയെ കൂടെ ഞാൻ ഓർത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഭയങ്കര ദാരിദ്ര്യമുള്ള സമയത്ത് അമ്മയുടെ ഒരു ബന്ധുവിനെ വീട്ടിൽ നിർത്താൻ തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ആ ബന്ധുവിന് എന്തോ ഒരു പ്രശ്നമൊക്കെ ആയതിന്റെ പേരിൽ നമ്മുടെ വീട്ടില് ഒരു സൗകര്യമില്ല, 2 റൂമാണ്. ആ 2 റൂമും വാതിലൊന്നും ഇല്ലാത്ത അങ്ങനെയൊക്കെയാ. എന്നിട്ടും അമ്മ ഇങ്ങനെ ഈ ഒരു അങ്കിളിനെ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു, എടി നിനക്ക് തന്നെ 2 മക്കൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, പിന്നെ നീ എങ്ങനെയാ ഈ പറയുന്ന നിന്റെ ബന്ധുവിനെ? അപ്പൊ അമ്മ അതൊന്നും പറയണില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സ്നേഹമുള്ളവര് ഞങ്ങൾക്ക് തരേണ്ട ഭക്ഷണം എന്നൊക്കെ പറയണത് പോലും എടുത്ത് ഈ പറയുന്ന ബന്ധുവിനൊക്കെ കൊടുക്കണ പോലെ. അപ്പൊ എനിക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യം വന്നു തുടങ്ങി. അങ്കിളാണെങ്കിൽ പോകുന്നില്ല, ഈ ബന്ധു പോണില്ല. നാളുകള് 6-7 വർഷത്തോളം ഞങ്ങളുടെ വീട്ടില് താമസിക്കും. നിങ്ങൾക്ക് ആ ബന്ധുവിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിലിങ്ങനെ ദാരിദ്ര്യം കാരണം. പക്ഷെ അമ്മ സ്വകാര്യത്തിലോട് പറഞ്ഞു, മോനെ നമ്മൾ ഈ ബന്ധുവിനെ നോക്കുമ്പോൾ അവൻ ആരും ഇല്ലല്ലോ, അവനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ നിന്നെ സഹായിച്ചില്ലെങ്കിലും നിന്നെ സഹായിക്കാൻ ആരെങ്കിലും വരും. എൻ്റെ മോന് വിശപ്പുണ്ടാവില്ല. എൻ്റെ സ്നേഹിതർ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നറിയോ? പട്ടം കിട്ടിയിട്ട് 13 വർഷം കഴിഞ്ഞു. ഞാൻ പോയ ഒരിടവകയിലും എനിക്ക് ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തരുന്നതാണ് നമ്മൾ ഒരു നേരം വാങ്ങുന്നത്. ആ ഒരു നേരം വാങ്ങുന്നതിന്റെ പോലും ഈ 3 വർഷങ്ങളായിട്ട്, ഈ 13 വർഷമായിട്ട് ഒരു സിസ്റ്റർമാർ പോലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല. സാധാരണ നമ്മൾ സിസ്റ്റേഴ്സിന് ഓരോ മാസവും കൊടുക്കണം. ഇന്നേ വരെ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഈ ഇടവകക്കാര് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള സങ്കടമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഇടവകയിലെ എല്ലാ വീടും എൻ്റെ സ്വന്തം വീട് പോലെയല്ലേ. അവര് പറയണത് അച്ഛന് ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്നാ. ഈ സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞത് ഇത് എൻ്റെ കഴിവോ എൻ്റെ പ്രത്യേകതയൊന്നുമല്ല. എൻ്റെ അമ്മ അന്ന് വേദനിച്ചിരുന്ന അമ്മയുടെ ഒരു ബന്ധുവിന് വീട്ടിലൊരു കുഞ്ഞ് ഇടം കൊടുത്ത് അവന് വേണ്ട ഭക്ഷണങ്ങള് അമ്മ ഭക്ഷണം കഴിക്കാതെ, ഞങ്ങൾക്ക് ഭക്ഷണം അധികം തരാതെ, അവൻ ജോലിക്ക് പോണതാ, അവന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി കരുതൽ കൊടുത്തപ്പോ അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിനക്കൊരു പക്ഷെ വിളമ്പി തരാൻ അമ്മയ്ക്ക് പറ്റില്ല, എൻ്റെ അമ്മയല്ല എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നേ. ഈ 14 വർഷമായിട്ട് അമ്മയല്ലല്ലോ വിളമ്പി തരുന്നേ. 14 10-23 വർഷമായിട്ട് അമ്മയല്ല എനിക്ക് വിളമ്പി തന്നിട്ടില്ല. പക്ഷെ ഇന്നേ വരെ എനിക്ക് ഒരു നേരം ഭക്ഷണമില്ലാതെ അലയേണ്ടി വന്നിട്ടില്ല. അതത്രയും സന്തോഷത്തോടുകൂടെ ഇവരൊക്കെ, ഈ ഇടവക്കാര്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര്, ഈ ഒരു പ്രോഗ്രാമിലുള്ളവരൊക്കെ അത്രയും നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, സഹായം കൊടുക്കുന്നതിൽ മടി കാണിക്കരുത്. വിശുദ്ധനെ പോലെ ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വരുന്ന വ്യാഴാഴ്ചകൾ മുതൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു കാര്യം എഴുതണം, അച്ഛാ ഞങ്ങളും അച്ഛൻ്റെ കൂടെ വ്യാഴാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും ലതീനിലും പങ്കെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്തോ. ആ കമന്റ് ചെയ്ത ആൾക്കാരുടെ ഒക്കെ ഞാൻ അച്ഛൻ്റെ ഈ വിശുദ്ധ കുർബാനയുടെ ചൊല്ലുന്ന പുസ്തകത്തിൽ എഴുതി വെച്ച് ഏപ്രിൽ 24 വരെ, ഇന്ന് മുതൽ തുടങ്ങുന്ന ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇന്ന് പുണ്യവാന്റെ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിവസമായ ജനുവരി 20 മുതൽ ഏപ്രിൽ 24 വരെയുള്ള ദിവസങ്ങളിൽ വ്യാഴാഴ്ചകളിൽ സ്പെഷ്യൽ നിയോഗത്തോടു കൂടെ ചൊല്ലും. അത് അച്ഛൻ ഏത് പള്ളിയിലായാലും, ഞാൻ പറഞ്ഞു ഈ ദിവസങ്ങൾ അച്ഛൻ ഈ പള്ളിയിൽ നിന്ന് മാറുകയാണ്. അച്ഛൻ്റെ സ്പെഷ്യൽ ഇന്റൻഷനായിട്ട് നമ്മളൊരു നൊവേന പുസ്തകം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആ നൊവേന ചൊല്ലാനായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നൊവേന അത് മുടങ്ങാതെ രാത്രികളിൽ ചൊല്ലുക, നിങ്ങളുടെ നിയോഗങ്ങൾ പറയുക. 24-ാം തീയതി വരെ, ഏപ്രിൽ 24 വരെ വ്യാഴാഴ്ചകളിൽ മുടങ്ങാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെ ജീവിതത്തിന്റെ കുറെ പ്രശ്നങ്ങൾ മാറ്റും എന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങള്, ഈ പുണ്യവാന്റെ ഒരു നൊവേനയും പുണ്യവാന്റെ പാട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഈ പുണ്യവാനെ കുറിച്ച് പ്രചരിപ്പിക്കാനായിട്ട്, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മളിങ്ങനെ കുറെ വിശുദ്ധരൊന്നും പറയില്ല, അച്ഛന് ഇഷ്ടമുള്ള വളരെ കുറച്ച് വിശുദ്ധരെയാണ് ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അതിലൊരു വിശുദ്ധൻ വിശുദ്ധ സെബസ്ത്യാനോസ് ആണ്, വിശുദ്ധ അന്തോണീസ് ആണ്, വിശുദ്ധ പാദ്രപിയോ ആണ്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ആണ്, ഫ്രാൻസിസ് അസിസിയാണ്. ഈ 5 പേരാണ് അച്ഛൻ്റെ ചങ്ക് എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ ചേച്ചിമാര് വിശുദ്ധ അൽഫോൺസമ്മ, അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, അങ്ങനെയുള്ള വളരെ കുറച്ച് ഈ വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ വചനപ്രഘോഷണത്തിലൂടെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഇത് കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ ഇന്നു മുതൽ ഇവർ ചെയ്യാനിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നവര്, ഇത് പ്രചരിപ്പിക്കുന്നവര്, അനേകരോട് വിശുദ്ധനെ കുറിച്ച് പറയുന്നവര്, കാഞ്ഞൂരുള്ള വിശുദ്ധ സെബസ്ത്യാനോസെ ഈ പറയുന്ന
അർത്തുങ്കലുള്ള വിശുദ്ധ സെബസ്ത്യാനോസെ, നർബോനയിലുള്ള വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കും. ഇപ്പോൾ ഇവർ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന ഇവരുടെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഈ പറയുന്ന 3 മാസത്തോളം വ്യാഴാഴ്ചകളിൽ മുടങ്ങാതെയും സാധിക്കുന്ന ദിവസങ്ങളിൽ രാത്രി ഈ വിശുദ്ധന്റെ നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വിശുദ്ധ സെബസ്ത്യാനോസ് വഴി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ, യേശുവേ, Blood of Jesus, anointing, power, power, power.